ഹായ് എവ്രി വൺ, അസ്സലാമലൈക്കും. ഇന്നൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോർണിംഗ് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഈ ഒരു യാത്ര തലേ ദിവസം പ്ലാൻ ചെയ്ത് വെച്ചെങ്കിലും ഈ ഒരു ക്ലൈമറ്റ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. ബിക്കോസ് സലാലയിൽ ഇപ്പോഴും മിക്സ്ഡ് ക്ലൈമറ്റാണ്. ചില സമയത്ത് വെയിലുണ്ടാവും, ചില സമയത്ത് മഴയുണ്ടാവും, അങ്ങനെയാണ്. അതുപോലൊരു ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് പ്ലേസിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ആ പ്ലേസിൽ എത്തുന്നതിന് ഇനിയും ടൈമുണ്ട്. ആ ടൈമിലൊരു കഥ കേൾക്കാം നമുക്ക്. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. അവൻ തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാറുണ്ട്. ഒരു ദിവസം അവൻ ഏറ്റവും വലിയ കവിയും ചിന്തകനും സൂഫി സന്യാസിയുമായ റൂമിയുടെ ഒരു പുസ്തകം വായിച്ചു. അതിലെഴുതിയിരുന്നു, യാത്രകൾ നമ്മെ വളർത്തും, പുതിയ അനുഭവങ്ങളും പുതിയ ചിന്തകളും മനസ്സിനെ തുറന്നും കൊണ്ട്. അന്നു മുതൽ അവൻ എന്ത് ചെയ്തു? അവൻ ചെറിയ യാത്രകൾ തുടങ്ങുന്നു. പ്രഭാതത്തിൽ പുറത്തു നടക്കൽ, ഗ്രാമത്തിലെ പാടങ്ങൾ കാൽവച്ച് കയറ്റം, പാറക്കടവ് വഴി യാത്ര. ഓരോ യാത്രയും അവൻ്റെ ധൈര്യവും മനസ്സും ശക്തമാക്കി. ഒരു വർഷത്തിനു ശേഷം അവൻ തിരിച്ചറിഞ്ഞു, യാത്രയിലല്ല ലക്ഷ്യം, യാത്രയുടെ അനുഭവങ്ങളിലാണ് സുഖം. നേരിടുന്ന വെല്ലുവിളികളും കാണുന്ന ഭംഗിയുള്ള കാഴ്ചകളും അവൻ്റെ ആത്മാവിനെ ശക്തമാക്കി. അവൻ എന്ത് ചെയ്തു? പുതിയൊരു പഠനം ലഭിച്ചു. എല്ലാ ദിവസവും ഒരു ചെറിയ യാത്ര, എല്ലായ്പ്പോഴും ഒരു പാഠം. ഈ ഒരു കഥ കൊണ്ട് നമുക്കൊരു പഠിക്കേണ്ട ഒരു ചെറിയ വലിയ പാഠം പറഞ്ഞുതരാം. ജീവിതം, എല്ലാവരുടെയും ജീവിതം ഒരിക്കലും ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്നതല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണത്. ഓരോ ദിവസവും ഓരോ നിമിഷം തന്നെ ഒരു യാത്രയാണ്. ഓരോ അനുഭവവും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പാഠമാണ്. ഈ ഒരു കഥയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെല്ലുവിളികളും തടസ്സങ്ങളും എല്ലാം കടന്നിട്ടാണ് ഈ ഒരു പ്ലേസിലെത്തിയത്. ജബൽ സമനാണിത്. ഈ അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ്. ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെല്ലുവിളികൾ എന്ന് പറയുന്നത് റോഡിലൊക്കെ കണ്ടറിയാം, ഫോഗ് നിറഞ്ഞു കിടക്കുന്നതായിരുന്നു. പക്ഷേ എന്നാലും അതൊക്കെ കടന്ന് ഈ ഒരു പ്ലേസിലെത്തുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. തിരിച്ച് പോരാൻ തോന്നേയില്ല. ഈ ഒരു ഫോഗ് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ആ ഒരു പ്ലേസ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ എന്നാലും ഹെവി ഫോഗും നല്ല മഴയും ആ ഒരു ക്ലൈമറ്റ് ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് പോരാൻ തോന്നേയില്ല. എൻ്റെ ഫോണും ഈ ഫോഗ് പോലെ തന്നെ ഹെവി ലോഡഡ് മെമ്മറീസും ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അത്രയും അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. അത് തീരുന്നില്ലായിരുന്നു, കാരണം എടുത്ത് മതിയാവുന്നില്ല. അതാണ് മെയിൻ റീസൺ. അങ്ങനെ ഫോഗി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സലാലയിൽ അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ് വാദി ദർബാർ. അവിടെ പോകുമ്പോഴും നല്ല ഹെവി മഴയുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കുറച്ച് മഴ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. സലാലയിൽ അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി മുമ്പ് പോയെങ്കിലും നല്ല ഹെവി വെയിലുള്ള സമയത്തായിരുന്നു പോയത്. കാരണം ഈ ഒരു ക്ലൈമറ്റ് എത്തുമ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ പോകുമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അടിപൊളി 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 ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഒരു വ്യൂ പോയിന്റിലെത്തിയപ്പം കുറേ ഐറ്റംസ് ഇങ്ങനെ ഗ്രില്ല് ചെയ്യണമല്ലോ. അങ്ങനെ ഒട്ടകരച്ചി ഗ്രില്ല് ചെയ്ത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി കഴിച്ചു.
എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നാലും അതും നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചു. ഇനി ഇന്നത്തെ ട്രാവൽ വ്ലോഗ് അങ്ങനെ കഴിഞ്ഞു. ഇത് ഫുള്ളും കണ്ടിട്ടുള്ളവർക്ക് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം ചെയ്തോളൂ. അസ്സലാമു അലൈക്കും.